കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലബനനിൽ നിന്ന് 30-ലധികം റോക്കറ്റുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടു എന്ന് IDF ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം റോക്കറ്റുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തു വിട്ടത്. ഈ മിസൈലുകളെ അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് തകർത്തു. 4 പേർക്ക് പരിക്കേറ്റതായും ചില വാർത്തകൾ പുറത്തു വരുന്നു. ഇത് തൊട്ടു പിന്നാലെ ഒരു ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ ആരംഭിച്ചത്. തെക്കൻ ലബനൻ പട്ടണമായ മർജ് യൂണിയനിലാണ് ബോംബ് വർഷം, അതായത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ഒരു ബോംബ് വർഷം തന്നെയാണ് നടന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസം ഇറാനിൽ ഒരു നിർണായക യോഗം നടന്നിരുന്നു. അതിനകത്ത് ഈ ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. ആ യോഗത്തിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യോഗം നടന്നത്. അതായത് ഒന്ന്, ഇറാനോടൊപ്പം സഖ്യ സേനകൾ ഒന്നിച്ച് ഒരേ സമയം ആക്രമിക്കുക, അതല്ല എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകൾ അവർ സെപ്പറേറ്റ് ഇസ്രായേലിനെ ആക്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. ഏതായാലും ലബനനിൽ നിന്ന് 30-ലധികം റോക്കറ്റുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തു വിട്ടുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. വലിയ തിരിച്ചടി തന്നെ ഇസ്രായേൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.